ഡീസലും പെട്രോളും വേണ്ട, പൊല്യൂഷൻ ഇല്ല. ഇത് ഇപ്പോൾ യാതൊരു പവറും ഇല്ല, പവർ സപ്പോർട്ടില്ല, റീചാർജിങ് ഇല്ല. തന്നെ ഇത് വർക്ക് ചെയ്ത് കറണ്ടായി. ഇത് കഴിഞ്ഞ ശേഷം അടുത്ത കാറിലേക്ക് മാറാനാണ് ഉദ്ദേശം. ഡീസലോ പെട്രോളോ മണ്ണെണ്ണയോ അത്തരം ഒരു ഇന്ധനവും ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു ഇലക്ട്രിക് ജനറേറ്റർ കണ്ടെത്തിയിരിക്കുകയാണ് ഒരു 59 വയസ്സുകാരൻ. കോട്ടയം ചങ്ങനാശ്ശേരി കുരിശുമൂട് സ്വദേശിയായിട്ടുള്ള EK അച്ചൻകുഞ്ഞാണ് ഇത്തരത്തിൽ വിപ്ലവകരമായ ഒരു കണ്ടുപിടുത്തം നടത്തിയിരിക്കുന്നത്. ഏതാണ്ട് 20 വർഷക്കാലത്തോളം നീണ്ട പരീക്ഷണങ്ങൾക്കൊടുവിലാണ് അദ്ദേഹം ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയത്. ആ വ്യക്തി തന്നെ ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. ഇത്തരം ഒരു ആശയം തോന്നാനുള്ളൊരു കാരണം എന്തായിരുന്നു? 90 കാലഘട്ടങ്ങളിൽ എനിക്ക് സ്വന്തമായി ലെയ്ത്ത് വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. ആ കാലഘട്ടങ്ങളിൽ 95, 96 കാലഘട്ടങ്ങളിൽ കംപ്ലീറ്റ് കറണ്ട് ഇല്ലാത്ത പവർ കട്ടുള്ള സമയത്ത് എനിക്ക് പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല. അതുകൊണ്ട് ഞാൻ കോയമ്പത്തൂർ പോയി വലിയൊരു ജനറേറ്റർ 15 kV ജനറേറ്റർ കൊണ്ടുവന്നു. അതുകൊണ്ട് വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര മണവും പുകയും സൗണ്ടും എല്ലാം ആയതുകൊണ്ട് അത് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ട് നാട്ടുകാർക്കെല്ലാം കംപ്ലയിൻറ്റ് പറഞ്ഞു. അന്ന് ഞാൻ ആലോചിച്ചു, നമുക്കൊരു ഇതിൽ ഈ സൗണ്ട് ഇല്ലാതെ പ്രവർത്തിക്കുന്ന ജനറേറ്റർ ഇത് പ്രവർത്തിച്ചാൽ ഒരു മോട്ടോർ വെച്ചാൽ എന്താവും. പക്ഷെ അതൊക്കെയാണ് ചിന്തകളായിരുന്നു. ചിന്തകളിൽ അത് ഒരു 2001, 2000 കാലഘട്ടത്തിൽ ഇത് പരീക്ഷിച്ച് നോക്കി. അത് പരാജയമായിരുന്നു. പിന്നെ 2006, 2008 തൊട്ടാണ് ഇത് മുന്നോട്ട് ഞാൻ ഇതിൻ്റെ കാശ് മുടക്കി ഒരുപാട് കോയമ്പത്തൂർ പോയി സാധനങ്ങൾ വാങ്ങി ഓരോന്നും പരീക്ഷ. പക്ഷെ മുഴുവൻ പരാജയം എന്ന് പറഞ്ഞാൽ പോകുന്ന കാശുകൾ മുഴുവൻ കളയല്ലാതെ ഒന്നും പ്രയോജനം നമുക്ക് വരുന്നില്ല. അങ്ങനെ എനിക്ക് ഞാൻ പിന്നെ ഇത് മുന്നോട്ട് തന്നെ പോയി. 2009 ഈ പ്രസ്ഥാനമൊക്കെ നിന്നു. അതിപ്പം പിന്നെ സ്വന്തം ഇതിനു വേണ്ടി മെനക്കെട്ടു. ഇത്രയും വർഷമായിട്ട് 2021 ഇത് ഞാനിതിൻ്റെ പ്രയോജനത്തിൽ എത്തി. കറണ്ട് കണ്ടുപിടിച്ചു, ആൾക്കാർ അംഗീകരിക്കാൻ തുടങ്ങി. അതിനുശേഷം ബാക്കി മുന്നോട്ടുള്ള പ്രവർത്തനം ഇതിനേക്കാളും നല്ലത് കൂടി ഉണ്ടാക്കണം എന്നുള്ള പരിപാടിയുണ്ടായിരുന്നു. ലക്ഷങ്ങളോളം മുടങ്ങി. ഇപ്പോൾ അത് പ്രാബല്യത്തിൽ കറക്റ്റായിട്ട് വന്നു. നമുക്കിപ്പോൾ ഇത് കറണ്ട് വീടുകൾക്ക് ഉപയോഗിക്കാം. പിന്നെ ഹൗസ് ബോട്ടുകൾ, ഷിപ്പിംഗ് ബോട്ടുകൾ, ഇങ്ങനെയുള്ള ബോട്ടുകൾക്ക് ഇഞ്ചിന് പകരമായിട്ട് ഉപയോഗിക്കാം. കാരണം ഡീസലോ പെട്രോളോ വേണ്ടല്ലോ, പൊല്യൂഷൻ ഇല്ലല്ലോ. ഈ ജനറേറ്റർ പ്രവർത്തിക്കുന്നതിൻ്റെ ഒരു രീതി എങ്ങനെയാണ്? രീതി എന്ന് പറഞ്ഞാൽ ഒരു 6 HP DC മോട്ടറാണ് ആദ്യം സ്റ്റാർട്ടിങ്. ഒരു 48 വോൾട്ടിൻ്റെ ബാറ്ററി വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. സ്റ്റാർട്ട് ചെയ്ത് പ്രവർത്തനം മൂവ് ആകുമ്പോൾ അതിൽ 3000 വാട്ട്സിൻ്റെ, അതായത് 3 കിലോവാട്ടിൻ്റെ ഓൾട്ടർനേറ്റർ ഉണ്ട്. ആ ഓൾട്ടർനേറ്റർ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ കറണ്ട് വെച്ച് ഇത് നമ്മുടെ ഒരു 750-800 വാട്ട്സോളം നമുക്കിത് തിരിച്ച് ചാർജിങ്ങിനും ബാറ്ററി ചാർജിങ്ങിനും പോകുന്നു. റൊട്ടേഷൻ, അതായത് റണ്ണിങ് പോകുമ്പോൾ റൊട്ടേഷനായി പോകുന്നു. ബാക്കിയുള്ള കറണ്ട് നമുക്ക് മറ്റു ഉപയോഗിക്കാനായിട്ട് എടുക്കാവുന്നു. അങ്ങനെയാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ഇതിന്റെ ടെക്നോളജി പൂർണ്ണമായി നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് പ്രശ്നമാണ്. കാരണം നമുക്ക് ഇത്രയും കഷ്ടപ്പെട്ട ടെക്നോളജി വേറെ പുറത്ത് ഇത് കാണിക്കാനൊക്കത്തില്ല. ഇത് നമ്മൾ നമ്മൾ കൈമാറാൻ ഉദ്ദേശിക്കുന്നുണ്ട് അവരെ കാണിക്കാം, പ്രശ്നമില്ല. താങ്കൾ പേറ്റന്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട്? പേറ്റന്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട്, 2021 അപ്ലൈ ചെയ്തിട്ടുണ്ട്. അത് ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ എപ്പോഴും അതിന് പെർമനൻ്റ് ആയിട്ട് എടുക്കണം, പോകാൻ പ്രശ്നമില്ല, പ്രൊസീജിയർ നടക്കുകയാണ്. ഇത് താങ്കൾ ഇത്തരം ഒരു കണ്ടുപിടുത്തത്തിലേക്ക് തുടങ്ങിയ സമയത്ത് ഒപ്പം ഉണ്ടായിരുന്ന ആളുകളുടെ ഒരു പ്രതികരണം എന്തായിരുന്നു? എല്ലാവരും മോശമായി കാര്യം നഷ്ടപ്പെട്ട് കാശ് കൊണ്ട് കളയാനാണ്, മട്ടം നടക്കത്തില്ല എന്നും അറിവുള്ള എഞ്ചിനീയേഴ്സ് വരെ പറഞ്ഞ് നടക്കത്തില്ല. ഇങ്ങനെ തിയറി ഇല്ല, ഇങ്ങനെ സംഭവം നടക്കത്തില്ല. കാരണം ഇങ്ങനെ പവർ ഉണ്ടാകത്തില്ല. പക്ഷെ ഞാൻ ലെയ്ത്ത് വർക്കുകാരനായതുകൊണ്ട് ലെയ്ത്തിൻ്റെ പവർ വെച്ചാണ് ഞാനിത് ടെസ്റ്റ് ചെയ്തത്. ലെയ്ത്തിൻ്റെ വർക്കിൻ്റെ പവർ എന്നാന്ന് എനിക്കറിയാം. അത് വെച്ച് ഞാൻ 40 വർഷത്തിനുള്ള ലെയ്ത്തിൻ്റെ വർക്കായിരുന്നതുകൊണ്ട് അതിൻ്റെ പവർ വെച്ചാണ് ഞാൻ ഈ പവർ ഉണ്ടാക്കി. ആ പവർ ഗിയർ ബോക്സ് ആണ്, ടർബോ ഗിയർ ബോക്സ് ആണ് എൻ്റെ കണ്ടുപിടുത്തം. അതാണ് അതിൻ്റെ ടെക്നോളജി. അത് മറ്റ് ഫ്ലൈ വീൽ എനർജിയൊക്കെ കേട്ടിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ എപ്പോഴും എത്രയും വർക്ക് ചെയ്യുന്ന ആ വർക്കിംഗ് സ്റ്റേഷനിൽ കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന ആ കറണ്ട് തന്നെ എടുത്ത് നമ്മൾ ഇതിൻ്റെ ചാർജിങ്ങിനും മറ്റു പോകുന്നത്. കൂടാതെ മറ്റ് പല ജനറേറ്ററുകളും കാണുന്നുണ്ട്. ഇതൊക്കെ തുടക്കഘട്ടത്തിൽ ഉണ്ടാക്കി 2, 3, 4 പ്രാവശ്യം ഉണ്ടാക്കിയതെല്ലാം ആദ്യമൊക്കെ പ്രായമായിരുന്നു. അതൊക്കെ വെറും സാധനങ്ങളൊക്കെ മേടിച്ച് വേസ്റ്റായിട്ട് കളയേണ്ടി വന്നു. ഇതൊന്നും നമുക്ക് പ്രയോജനപ്പെടില്ല. കാരണം ഇതൊക്കെ ലക്ഷങ്ങൾ എടുത്ത് മേടിച്ച സാധനം 2-3 പൽച്ചക്രത്തിന് വേണ്ടി എടുക്കുന്ന സാധനം പിന്നെ അത് ഉപയോഗിക്കാതെ പിന്നെ മാറ്റിക്കളയും, വേസ്റ്റായിട്ട് പോകും, പിന്നെയും പോയി മേടിക്കും. ഇങ്ങനെയൊക്കെ ആയിരുന്നു നമ്മൾ ഇത്രയും നാൾ വന്നിരുന്നത്. ഏറ്റവും സക്സസ് ആയ ജനറേറ്ററാണ് നമുക്ക് സമീപത്തായി കാണുന്നത്. അപ്പോൾ ഇതൊന്ന് പ്രവർത്തിപ്പിച്ച് കണ്ടാലോ? എങ്ങനെയാണ് കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നത്? അതെന്താണ്, മോട്ടറിന്റെ സ്വിച്ച് ആണ്? അല്ല, ഇത് ബാറ്ററി എന്നുള്ള സ്വിച്ച് ഓണാണ്. ബാറ്ററി ഒന്ന് ഓണാക്കുന്നു. ഇത് അതിൻ്റെ മോട്ടർ ഡ്രൈവറിലുള്ള സ്വിച്ചാണ്, മോട്ടറിൻ്റെ ഡ്രൈവറിൻ്റെ സ്വിച്ച്. ചെറിയ സൗണ്ട് ഉണ്ടല്ലേ? ചെറിയ സൗണ്ട് അതിപ്പോൾ കുറയ്ക്കാം. നമുക്ക് പുതുതായിട്ട് ഇനി വേറെ നമ്മൾ വിളിക്കുമ്പോൾ കുറയാം. ഇതിൻ്റെ അകത്ത് കാണിക്കണം. ഇതിൻ്റെ അകത്ത് കാണിച്ച ഇതാണ് ബാറ്ററി, ഓൾട്ടർനേറ്റർ, സ്വിച്ച്, ചാർജർ. പവർ വരുന്നൊരു ഇവിടെ പവറായി. ലൈറ്റ് ഇത്രയും കത്തിങ്ങി പമ്പാണ്. ഇത് ഈ ജനറേറ്ററിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ട് ഉപയോഗിച്ചിട്ട് കത്തിയതാണ്. ഇത് ഈ വീട് മൊത്തം വർക്ക് ചെയ്യും.
ഫ്രിഡ്ജ്, TV എല്ലാം, ഫാൻ എല്ലാം വർക്ക് ചെയ്യും. ഇത് എത്ര വോട്ട്സ് ആണ് ഈ ജനറേറ്ററിന്റെ? ഇപ്പം 3000 ആണ്. 3000 നമുക്ക് 1500 വാട്ട്സ് നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി. ബാക്കി എല്ലാം ഷോർട്ടേജ് എല്ലാം പോയി കഴിഞ്ഞാൽ 1500 വാട്ട്സും കിട്ടും, ഔട്ട്പുട്ട് കിട്ടും. ആ, അതാണ് ഇപ്പം നിലയിലുള്ളത്. ഇനിയിപ്പം നമുക്ക് മാറ്റം വരുമ്പോൾ ഇത് 3000 തന്നെ കിട്ടുന്ന സംവിധാനമാക്കാം. കാരണം ഇത് ഒരു ഓരോ ടെസ്റ്റ് പരീക്ഷണം കഴിയുമ്പോൾ ഓരോന്നിനും മാറ്റങ്ങൾ വരുത്തുക. ഡൽഹിയിലൊക്കെ പോയി ഇതിൻ്റെ ഓർഡറിനൊക്കെ ഡൽഹിയിൽ പോയി ഞാൻ പറഞ്ഞു ഇതിനായിട്ട് വേണ്ടി ഉണ്ടാക്കിച്ചതാണ്. ഇനി അതിൻ്റെ പവർ കൂട്ടിയെടുക്കാം. ഇത് 10ൻ്റെ ആവണം, 15, 21, 100ൻ്റെ ഒക്കെ ഉണ്ടാക്കാം, ഒരു പ്രശ്നമില്ല. സത്യം പറഞ്ഞാൽ ഇന്ന് ഈ ഹൗസ് ബോട്ടുകൾക്ക്, ഷിപ്പിംഗ് ബോട്ടുകൾക്ക് ഏറ്റവും പ്രധാനം അതാണ്. കാരണം അവർക്കാണ് ഇത് പ്രയോജനപ്പെടുന്നത്. ഡീസലും പെട്രോളും വേണ്ട, പൊല്യൂഷൻ ഇല്ല. അവരൊക്കെ എനിക്ക് തോന്നുന്നു ഓരോ മാസവും ലക്ഷക്കണക്കിന് രൂപയുടെ ദിവസം ലക്ഷക്കണക്കിന് ഡീസൽ അടിക്കുന്ന ആൾക്കാരുടെ കണ്ണെ സമീപിച്ചായിരുന്നു. അപ്പം അന്നേരം ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. ഇനിയിപ്പോൾ അത് ചെയ്യാൻ മുന്നോട്ട് പ്രൊഡക്ഷനിലേക്ക് പോകണമെങ്കിൽ അവരുടെ സഹായം ഫണ്ടർമാർ വേണം. നല്ല ഫണ്ടേഴ്സ് വന്നത് ചെയ്താലേ നമുക്ക് ഹെൽപ്പ് ചെയ്താലേ അത് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. ആയിരക്കണക്കിന് ബോട്ടുകളുണ്ട്, ഹൗസ് ബോട്ട്, ഷിപ്പിംഗ് ബോട്ട്. അവരുടെ മേഖലയിൽ ഇത് ചെന്ന് കഴിഞ്ഞാൽ വിപ്ലവമാണ്. കാരണം വെച്ചാൽ അവർക്ക് ഡീസലും പെട്രോളും വേണ്ടല്ലോ, പൊല്യൂഷൻ ഇല്ല. ഒരു ബോട്ടിന് മിനിമം 1 ലക്ഷം രൂപ ഡീസൽ അടിച്ച് പോകുന്ന ബോട്ടുകൾ എനിക്കറിയാം. ആ ബോട്ടിന് ഇത് ഉപയോഗിച്ചുകൊണ്ട് ഇത് പവർ കൂടിയ ഒരു 50 കിലോ വാട്ടിൻ്റെ ഒരു ജനറേറ്റർ ഉണ്ടാക്കി അത് ഇഞ്ചിന് പകരമായിട്ട് ഉപയോഗിക്കാം. ഡീസൽ അടിക്കേണ്ട ആവശ്യമില്ല, ലാഭമാണ്. നമുക്ക് ഇതൊന്ന് ഈ വീട് മുഴുവൻ ഈ ഒരു ജനറേറ്ററിൽ എല്ലാ എക്യുപ്മെന്റ്സും പ്രവർത്തിക്കുന്ന കാണിക്കാം. അത് ഇത് ഓഫ് ചെയ്തിട്ട് അപ്പുറത്ത് അങ്ങനെ കൊണ്ട് കണക്ഷൻ കൊണ്ട് ഇനി ഈ ജനറേറ്റർ പ്രവർത്തിപ്പിച്ചുകൊണ്ട് തന്നെ ഈ വീട്ടിലെ മുഴുവൻ ഇലക്ട്രിക് ഉപകരണങ്ങളും, ഫ്രിഡ്ജും TV-യും അടക്കം ഈ വീട്ടിലെ മുഴുവൻ സാധനങ്ങളും പ്രവർത്തിക്കുമെന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്നത്. എന്താണെങ്കിലും നമുക്കൊന്ന് നോക്കാം. അദ്ദേഹം തന്നെ അത് കാണിച്ചു തരും. ഇത് ഇപ്പം നമ്മുടെ വീടിൻ്റെ ഇലക്ട്രിസിറ്റിയുടെ മെയിൻ സ്വിച്ചാണ്. ഇത് ഇപ്പം വർക്ക് ചെയ്യുന്ന ഇപ്പം ഇലക്ട്രിസിറ്റി വെച്ചുകൊണ്ടാണ്, പവർ ഉപയോഗിച്ചാണ്. അതാണ്. ഇനിയിപ്പോൾ അത് ഓഫ് ചെയ്തുകൊണ്ട് നമ്മുടെ ജനറേറ്റർ വർക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, അതായത് ഓഫ് ചെയ്യുന്നു. ഇത് ചേഞ്ച് ഓവർ. ഓക്കെ, അത് നമ്മുടെ ജനറേറ്ററിലേക്ക് കണക്ട് ചെയ്യാം. ഇനി ജനറേറ്റർ സ്റ്റാർട്ട് ചെയ്യാം. ലൈറ്റ് എല്ലാം കത്തിയിരിക്കുകയാണ്. ഫ്രിഡ്ജ്, TV, ഫാൻ എല്ലാം മൊത്തം വർക്ക് ചെയ്യും. ലൈറ്റുകളെല്ലാം വർക്ക് ചെയ്യും. എല്ലാം വർക്ക് ചെയ്യുന്നത് നമ്മുടെ ഈ ജനറേറ്ററിന്റെ പവർ ഉപയോഗിച്ചിട്ടാണ്. ഇതിന്റെ പവർ വർക്ക് ചെയ്യുന്നത്. ലോകത്തിന് തന്നെ വലിയൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റുന്ന അത്രത്തോളം വലിയൊരു കണ്ടുപിടുത്തമാണ്. അതായത് ലോകത്തെന്ന് പറഞ്ഞാൽ ഇത് ഇപ്പോൾ യാതൊരു പവറും ഇല്ല, പുറ സപ്പോർട്ടില്ല, റീചാർജിങ് ഇല്ല. തന്നെ ഇത് വർക്ക് ചെയ്ത് കറണ്ടായി അതിൻ്റെ ബാക്കി ഇതിൻ്റെ ചാർജിങ് ശേഷം ബാക്കിയുള്ള കറണ്ട് നമുക്ക് മറ്റു കാര്യം ഉപയോഗിക്കാം. അത് 24 മണിക്കൂർ അല്ല 42 മണിക്കൂർ എത്ര വർഷം ഉപയോഗിക്കാം, ഒരു പ്രശ്നമില്ല. താങ്കളെ സംബന്ധിച്ച് നിലവിലുള്ള ഒരു പ്രതിസന്ധി എന്താണ്? ഇതിപ്പോൾ എന്നുള്ള പ്രൊഡക്ഷനിലേക്ക് പോകാനുള്ള ഫണ്ടാണ് ആവശ്യം. ഇത് മുന്നോട്ട് പോകണമെങ്കിൽ ഫണ്ട് വേണം. നല്ല ഫണ്ടേഴ്സ് വന്നാൽ എന്നെ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് അതിൻ്റെ പ്രയോജനം നമ്മൾ ചെയ്യാനായിരിക്കും. കാരണം ഇത് പ്രൊഡക്ഷനിലേക്ക് പോകണം. സാമ്പത്തിക സ്ഥിതി നിലവിലില്ല, അതുകൊണ്ടാണ് അത് ഇങ്ങനെ സ്റ്റക്കായിരിക്കുന്നത്. പേറ്റന്റിനടക്കം അപ്ലൈ ചെയ്തിട്ടുണ്ട്, എല്ലാം ഉണ്ട്. നിയമപരമായിട്ട് എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ ഫണ്ടേഴ്സ് നല്ല ഫണ്ടേഴ്സ് വന്ന് മുടക്കണം. ഇത് പ്രൊഡക്ഷനിൽ പോകണേ. പ്രൊഡക്ഷൻ ഉണ്ടെങ്കിലേ പ്രയോജനമുള്ളൂ. ഇതുവരെ നമ്മൾ ആരും നേരിട്ട് വന്നിട്ടില്ല. കുറെ ബ്രോക്കേഴ്സ് വന്നിങ്ങനെ കൊടികൾ വാഗ്ദാനം ചെയ്തു കാര്യമില്ല. ടെക്നോളജിക്ക് വേണ്ടി അല്ലേ? ടെക്നോളജി ഇത് അവർക്ക് മൊത്തത്തിൽ എടുക്കണമെന്നുള്ള രീതിയിൽ വന്നതാണ്. ഇത് എല്ലാ മേഖലയും പോകും. വീടുകൾക്ക് തന്നെയല്ല, ഓഫീസുകൾക്ക്, ഇതുപോലെ ഷിപ്പിംഗ്, പിന്നെ EV കാറുകൾക്ക് ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ കാറ് ചാർജ് ചെയ്യേണ്ട ഒരു അവസ്ഥ ഇല്ല. ആ മെത്തേഡ് മണി അടുത്ത സ്റ്റെപ്പ് അതാ. ഇത് കഴിഞ്ഞ ശേഷം അടുത്ത കാറിലേക്ക് മാറാനായിട്ട് ഉദ്ദേശം. അതിനെല്ലാം നല്ല ഫണ്ടേഴ്സ് നമ്മുടെ ഉണ്ടെങ്കിൽ നമുക്ക് പോകും. ഇദ്ദേഹം കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി കുരിശുമൂട് സ്വദേശിയാണ്. EK അച്ചൻകുഞ്ഞ് എന്നാണ് പേര്. ഏതാണ്ട് 20 വർഷക്കാലത്തോളം നീണ്ടുനിന്ന പരിശ്രമങ്ങൾക്കൊടുവിലാണ് ഇത്തരം ഒരു കണ്ടുപിടുത്തം അദ്ദേഹം നടത്തിയിരിക്കുന്നത്. ഒരുവിധ ഇന്ധനങ്ങളും, അതായത് ഡീസലോ പെട്രോളോ മണ്ണെണ്ണയോ അത്തരത്തിലുള്ള ഒരു ഇന്ധനവും ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു ഇലക്ട്രിക് ജനറേറ്ററാണ് അദ്ദേഹം കണ്ടെത്തിയിരിക്കുന്നത്. പേറ്റന്റിനടക്കം അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിന്റെ കാര്യങ്ങൾ നടന്നു വരികയാണ്. വലിയൊരു പ്രതീക്ഷയോട് കൂടി തന്നെ അദ്ദേഹം മുന്നോട്ട് പോവുകയാണ്. ലോകത്തിന് താൻ നൽകുന്ന വലിയൊരു സംഭാവനയാണ് ഇതെന്നുള്ളതാണ് അച്ചൻകുഞ്ഞ് പറയുന്നത്. കോട്ടയം ചങ്ങനാശ്ശേരിയിൽ നിന്നും ക്യാമറമാൻ അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.